തൊപ്പി വിൽപ്പനക്കാരനും കുരങ്ങന്മാരും. പണ്ടൊരിടത്ത് ഒരു തൊപ്പി വിൽപ്പനക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം നല്ല ഭംഗിയുള്ള തൊപ്പികളുണ്ടാക്കി അത് ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. തൊപ്പി വിറ്റു കിട്ടുന്ന കാശുകൊണ്ടായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. പല പല സ്ഥലങ്ങളിൽ പോയായിരുന്നു അയാൾ തൻ്റെ തൊപ്പികൾ വിറ്റിരുന്നത്. ഒരു ദിവസം തൊപ്പി വിൽക്കാനായി പോയ കച്ചവടക്കാരൻ ഒരു കാട്ടിലെത്തി. ആ കാട് കടന്നു വേണമായിരുന്നു ചന്തയിലെത്താൻ. അന്ന് പതിവിലും കൂടുതൽ ചൂടുള്ള ദിവസമായിരുന്നു. തൊപ്പി സഞ്ചിയുമായി കാട്ടിലൂടെ നടക്കുന്നതിനിടയിൽ അയാൾക്ക് നല്ല ക്ഷീണം അനുഭവപ്പെട്ടു. ഇന്ന് നല്ല ചൂടുണ്ടല്ലോ, മാത്രവുമല്ല നടന്നു ക്ഷീണിച്ചു. ഏതായാലും ഒരു മരച്ചുവട്ടിലിരുന്ന് വിശ്രമിക്കാം എന്ന് പറഞ്ഞ് അയാൾ തൻ്റെ തൊപ്പികൾ സൂക്ഷിച്ചിരുന്ന സഞ്ചിയും താഴെ വെച്ച് ഒരു മരച്ചുവട്ടിലിരുന്നു. എന്നാൽ ക്ഷീണം കാരണം അയാൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റ തൊപ്പി വിൽപ്പനക്കാരൻ ഞെട്ടിപ്പോയി. തൻ്റെ സഞ്ചിയിൽ വിൽക്കാൻ വച്ചിരിക്കുന്ന തൊപ്പികൾ ഒന്നും കാണാനില്ല. അയാൾ ചുറ്റും നോക്കി. അപ്പോഴാണ് മരത്തിൻ്റെ മുകളിൽ അയാൾ ആ കാഴ്ച കണ്ടത്. ആ മരത്തിൽ നിറയെ കുരങ്ങന്മാർ. അവരുടെ തലയിൽ അയാൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന മനോഹരമായ തൊപ്പികൾ. തൊപ്പി വിൽപ്പനക്കാരൻ വിഷമിച്ചു. ഇനി എന്തു ചെയ്യും? ഈ കുരങ്ങന്മാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് തൊപ്പികൾ തിരിച്ചു വാങ്ങുന്നത്? ആദ്യം അയാൾ ആ കുരങ്ങന്മാരെ വിരട്ടി നോക്കി. അപ്പോൾ നല്ല രസം, അവർ തിരിച്ച് അയാളെ വിരട്ടി. അടുത്ത ആൾ ഒരു കമ്പെടുത്ത് അവരെ പേടിപ്പിക്കാൻ നോക്കി. അപ്പോൾ കുരങ്ങന്മാരും തിരിച്ച് കമ്പെടുത്ത് ആ തൊപ്പി വിൽപ്പനക്കാരെ ആക്രമിക്കാൻ ഒരുങ്ങി. ഇത്തരത്തിൽ പലതരത്തിലും അയാൾ കുരങ്ങന്മാരിൽ നിന്ന് തൊപ്പി വാങ്ങാനായി ശ്രമിച്ചു. എന്നാൽ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. അയാൾ തല പുകഞ്ഞ് ആലോചിച്ചു. എങ്ങനെയെങ്കിലും കുരങ്ങന്മാരിൽ നിന്ന് തൊപ്പി വാങ്ങിയേ പറ്റൂ. അപ്പോഴാണ് അയാൾക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്താലും കുരങ്ങന്മാരും അതുപോലെ ചെയ്യുന്നു. പെട്ടെന്ന് അയാൾക്കൊരു ബുദ്ധി തോന്നി. ആ തൊപ്പി കച്ചവടക്കാരൻ തൻ്റെ തലയിലിരുന്ന തൊപ്പിയെടുത്ത് താഴെയിട്ടു. കുരങ്ങന്മാർ മറ്റൊന്നും ചിന്തിക്കാതെ അവരുടെ തലയിലിരുന്ന തൊപ്പികളും താഴേക്കിട്ടു. ഇത് കണ്ട തൊപ്പി വിൽപ്പനക്കാരൻ ഉടൻ തൻ്റെ തൊപ്പികളെല്ലാം നിലത്ത് നിന്ന് പറക്കിയെടുത്ത് സഞ്ചിയിലാക്കി. പിന്നെ ഒരു നിമിഷം അയാൾ അവിടെ നിന്നില്ല. തൻ്റെ തൊപ്പികളെല്ലാം പറക്കി അയാൾ സ്ഥലം വിട്ടു.